ഹലോ, അപ്പോൾ എല്ലാവർക്കും മലയാളി ഫോർ എവറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. സ്പെഷ്യൽ മീൻകറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കൊടംപുളി ഇട്ട മീൻകറി. അപ്പോൾ അത് വെക്കാൻ പോകുന്നത് എൻ്റെ മാതാവാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ. സോ ലെറ്റ്സ് ഗോ ഫോർ ദി. അതും കിട്ടിയിരിക്കുന്ന മീൻ നമുക്ക് പിന്നെ കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്. ഈ കിളിമീൻ കൊണ്ടാണ് നമ്മളിന്ന് മീൻകറി വെക്കാൻ പോകുന്നത്. നാടൻ സ്റ്റൈലിൽ കൊടംപുളി ഇട്ട മീൻകറിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന്, ആ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് തരിക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. മമ്മി തുടങ്ങിക്കോ. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ നമ്മുടെ മൺചട്ടിയാണ്, വെൽ സീസൺഡ് ആണ്. സോ ഇത് നമ്മുടെ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന പിന്നെ മുളകാണ്. ഇത് നമ്മൾ മുളക് പൊടിയല്ല, വറ്റൽമുളക് നമ്മൾ ഇതാക്കിയതിന് ശേഷം അതിനകത്ത് നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുത്തതാണ് ഇത് മുളക്. സോ ഇതിനകത്ത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് എന്തോ ഇട്ട് കൊടുക്കുന്നേ, ഇച്ചിരി ഇടും. അപ്പൊ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവ ആണ് ഈ മീൻകറിയുടെ മെയിൻ റെസിപ്പി എന്ന് പറയുന്നത്. സോ ഞാനും മീൻകറി വെക്കാൻ പഠിച്ചത് മമ്മിയുടേതാണ്. അപ്പം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു. നല്ല ഉലുവ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഇളക്കുകയാണ്. സോ കടുക് നമ്മൾ പൊട്ടിയതിന് ശേഷമാണ് ഉലുവ ഇട്ടത്. ഉലുവയും ചെറിയ രീതിയിലൊന്ന് പൊട്ടും. അതിലേക്ക് അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 2 കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. എല്ലാരും കൊച്ചുള്ളി ചേർക്കത്തില്ല, മീൻ വലിച്ചു പോകുന്നതുകൊണ്ട്. എല്ലാരും കൊച്ചുള്ളി ചേർക്കത്തില്ല, മീൻ വലിച്ചു പോകുന്നത് കൊണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇപ്പൊ നമ്മൾ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാൻ നല്ല വിയർക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ കറിവേപ്പില ഇല്ലെന്ന് കണ്ട് ഞാൻ അയ്യത്തേക്ക് ഓടിയിട്ട് ഞാൻ തിരിച്ചു വന്നതുകൊണ്ട് ഞാൻ നല്ല സ്വെറ്റിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് മാറി വരാൻ ഇച്ചിരി ടൈം എടുക്കും. നല്ലോണം മൂത്തിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മുളക് അരച്ച് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് മെയിനായിട്ട് സാധാരണ ചിലർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കും, പക്ഷെ നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. കാരണം അരച്ച് ചേർക്കുമ്പോഴാണ് മോയ്സ്ചർ കറക്റ്റ് ആവുന്നത്. കാരണം അതിലേക്ക് എണ്ണയിലേക്ക് പോകുന്ന സമയത്ത് നല്ലോണം മൂത്ത് വരാനും കരിഞ്ഞു പോകാതിരിക്കാനും എപ്പോഴും വെള്ളം ചേർത്ത് അരച്ചതാണ് നമുക്ക് എപ്പോഴും ഇടുന്നത് നല്ലത്. സാധാരണ ചിലർ മുളക് പൊടി ഇടാറുണ്ട്, മുളക് പൊടി ഇട്ട് വഴറ്റി അങ്ങനെ വെള്ളം ഒഴിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ മോയ്സ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഇതിനകത്ത് ആൾക്കാർ മുളകായിട്ട് ചേർക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ചിലത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ എപ്പോഴും മുളക് പൊടിയാണെങ്കിലും അല്ലെങ്കിൽ മുളക് അരച്ചതാണെങ്കിലും നമ്മൾ എപ്പോഴും വെള്ളത്തിന്റെ ഒരു മിക്സ്ചർ അതിനകത്ത് കാണണം. അല്ലെങ്കിൽ വെള്ളം ചേർത്ത് തന്നെ നമ്മൾ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് അതായത് പിന്നെ ഇതിനകത്ത് തിള വരണം. അതായത് തിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അത് പിന്നെ ബബിള് വരണം, വേഗണം. അപ്പൊ ഇതിനകത്ത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അതേപോലെ അത് വേവണം. അതാണ് അതിന്റെ ഒരു പരുവം. വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളത് ചെയ്യണം. എങ്കിലേ നമുക്ക് വെള്ളം ഒഴിക്കാനും പറ്റത്തുള്ളൂ. വെളിച്ചെണ്ണ തെളിഞ്ഞു, ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കുക.
ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. പുളിവെള്ളം, പുളി ഉൾപ്പെടെ പുളി തിളപ്പിച്ച വെള്ളം. പുളി തിളപ്പിച്ച വെള്ളമാണ്. പുളിയൂടെ ചേർത്തിട്ട് ഉപ്പ് ഉപ്പ് ഒത്തിരി ഇടല്. ഇതെല്ലാം നമ്മ കൈയളവാണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ അല്ല 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ അത്രയൊക്കെ വരത്തുള്ളൂ. അത് കാരം കുറഞ്ഞ ഉപ്പ്, അങ്ങനത്തെ ഉപ്പിന്റെ വ്യത്യാസമുണ്ട്. ഇതിപ്പോ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഉപ്പ് നമ്മളിങ്ങനെ കൈകൊണ്ട് ഒരു കൈയളവാണ്. പിന്നെ എപ്പോഴും ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ ഇടാം. അതുകൊണ്ട് ആദ്യം ഒരുപാട് ഉപ്പ് വാരി ഇടരുത്. ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ട് വഴറ്റിയിരുന്നു. അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഫ്ലേവറിന് നമ്മൾ വീണ്ടും കറിവേപ്പില ഇടും. ഗ്രേവിയിൽ തിളവ് വന്നതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ തിള വന്നതിന് ശേഷം നമ്മുടെ മീന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെയും ഇവിടെ കിടന്ന് ഒന്ന് ഇതാകണം. അപ്പോൾ വീണ്ടും നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മുളക് കഴുകിയ വെള്ളം ഇവിടെ കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി. ഇതോടെ മീനിന്റെ കറിയുടെ പ്രോസസ്സ് കഴിഞ്ഞ് ഇനി തിളച്ച് വരണം. ഈ തിളച്ച മീൻ കറി തിളച്ച് വെന്ത് വരണം. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നാളെ നമ്മൾ ഇനി ഇത് എടുക്കത്തുള്ളൂ. കാരണം ഇത് കഴിക്കാൻ നാളെയാണ് ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളൊരു ഷാപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഉള്ള കറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതേപോലത്തെ കറിയാണ്. ഈ കറി നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ രാവിലെ എടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഏറ്റവും നല്ലതായിട്ടിരിക്കുന്നത്. സോ ഇത് വളരെ സിമ്പിളാണ് ഈ കറി വെക്കാൻ. സോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നാളെ രാവിലെ കാണാം. ഇതിപ്പോൾ നമ്മൾ മീൻ അടച്ചു വെക്കാൻ പോവാണ്. സോ മീനിന് വലിയ വേവില്ല, അതുകൊണ്ട് ഇതിന് തിളച്ച് പറ്റിയാൽ മതി. ഇത് മീൻ തിളച്ച് പറ്റണം. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തീ നമ്മൾ എപ്പോഴും സിമ്മിലിട്ട് കൊടുക്കുക. ഇന്നലെ രാത്രി വെച്ചിരുന്ന നമ്മുടെ കിളിമീൻ്റെ കറി, അതായത് ചുമന്ന മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് പുളിയൊക്കെ ഇറങ്ങി ആ ഒരു മീനിനകത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിലായിട്ടുണ്ട്. സോ ഇന്ന് രാവിലെ നമ്മളിതിന് നല്ല ചക്ക കൂട്ടി കഴിക്കും. അപ്പോൾ ചക്ക കൂട്ടി കഴിക്കുന്നതിൻ്റെ ആ വീഡിയോയും ഞാനിതിൽ ഉൾപ്പെടുത്താം. സോ ഇതാണ് നമ്മുടെ കറി. വളരെ കുടംപുളി ഇട്ട് വെച്ച ഈ കറി നമുക്കിപ്പം വെറുതെ വെളിയിലൊരു 2 ദിവസം വെച്ചാലും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും വരുന്ന കറിയല്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇതാണ്ട് ചമ്മന്തി, മീൻ, ചക്ക, മൂന്നും കൂടെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.